അപ്പോൾ സിനിമാറ്റിക് ടൈറ്റിൽ ഇൻട്രോ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെയുള്ള ഗ്രീൻ കളർ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു ബ്ലാങ്ക് കളർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ വലിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കൂട്ടാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഓപ്ഷനുകൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ലെവൽ ഫുള്ളാക്കി കഴിഞ്ഞാൽ 10 സെക്കൻഡ് ആകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ആ ഒരു ബ്ലാങ്ക് കളർ 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് കളയാൻ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞ് കാണാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. പരസ്യമൊക്കെ വരും, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഓപ്ഷനുകൾ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സിനിമാറ്റിക് ഇൻട്രോ എന്ന് എഴുതുകയാണ്. സിനിമാറ്റിക് ഇൻട്രോ. അതിനുശേഷം ഇവിടെ നമുക്കൊരു 3 ലൈൻസ് കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും താഴെ അതിൻ്റെ ലെവൽ കാണാം. 3 ലെവലുകളുണ്ട്. താഴത്തെ ലെവൽ നമ്മളൊരു ഇച്ചിരി കൂട്ടി വെക്കുകയാണ്, ആ ഒരു ലെറ്ററിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ലെറ്ററിൻ്റെ ആ ഒരു ലെയറിൽ സൈഡിൽ വലിച്ചുകൊണ്ട് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഡ്യൂറേഷനിലേക്ക് അത് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ സേവ് ആകുന്നതായിരിക്കും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബ്ലാങ്ക് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂറേഷൻ ഒരു 10 സെക്കൻഡ് ആക്കി വെക്കുന്നു. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വാട്ടർമാർക്ക് കാണാം ഇൻഷോട്ടിൻ്റെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രീ റിമൂവ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ താഴെയുള്ള ഈ ഒരു ഓപ്ഷനുകൾ ഇങ്ങോട്ട് നീക്കുമ്പോൾ നമുക്കിവിടെ PIP എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്തിരുന്ന ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിപ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ആയിട്ട് നമുക്കൊരു സ്ക്വയറിലെ നമുക്കൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ളാകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കീ ഫ്രെയിമിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓപ്ഷനുകൾ ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ നമുക്ക് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആ മാസ്കിൻ്റെ ഓപ്ഷൻ നമുക്ക് കൈകൊണ്ട് തന്നെ ചെറുതാക്കാനൊക്കെ പറ്റും. അങ്ങനെ ചെറുതാക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് തിരിക്കാൻ സാധിക്കും. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നമുക്കതിനെ തിരിക്കാൻ സാധിക്കുന്നത് ആണ്. ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മാസ്കിനെ നമ്മൾ ഈ ലെറ്ററിൻ്റെ ഇങ്ങേ എൻഡിലേക്ക് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇച്ചിരി വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മൾ വീണ്ടും മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ മാസ്കിൻ്റെ ലെയർ നമ്മൾ ഇങ്ങേ എൻഡിലേക്ക് കൊണ്ടുവെക്കുന്നു ലെറ്ററിൻ്റെ. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മളതൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ മേളിലുള്ള ഓപ്ഷനുകളിൽ നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു ഓപ്ഷനുകൾ ഇങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ അവിടെ വെച്ച് കട്ടാകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ബാലൻസ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ 4ാമത് കാണുന്ന മാസ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ തീരെ സെൻട്രലായിട്ട് കൊണ്ടുവച്ചിട്ട് നമ്മളത് തീരെ ചെറുതാക്കുക. ആ സൈഡിൽ കാണുന്ന ആരോയിൽ ഇങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെറുതാകുന്നതായിരിക്കും. ചെറുതാക്കിയതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. എന്നിട്ട് വീഡിയോയുടെ എൻഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തിട്ട് ആ ആരോയിൽ പിടിച്ച് തന്നെ സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് വലുതാകുന്നതായിരിക്കും. എന്നിട്ട് ആ ലെറ്ററിൻ്റെ മുഴുവനായ ലെറ്റർ നമുക്ക് കാണാവുന്ന വിധത്തിലേക്ക് അത് വലുതാക്കുക ആ ഒരു മാസ്ക്. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സിനിമാറ്റിക് ഇൻട്രോ വീഡിയോ നമ്മൾ ചെയ്യുന്നത്, എഫക്റ്റുകൾ കൊടുത്തുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.